സഹോദരീ സഹോദരന്മാരെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണം എന്ന് ഉണർത്തുകയാണ്. പ്രതിരോധം അപരാധമല്ല എന്ന് NDF ക്യാമ്പയിൻ നടത്തുന്നു. തീവ്രവാദം പ്രതിരോധമല്ല എന്ന് നമ്മൾ പറയുന്നു. അതാണ് വിഷയം. അപ്പോൾ എന്താണ് നമ്മൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശ്യം? ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ളത് മുഴുവൻ അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചു. നമ്മൾ ആരാ? ആന ചേറ്റുവയിലെ ചന്ദനക്കുട ദിവസം ഒരു മനുഷ്യ സഹോദരനെ ചവിട്ടിമതിക്കുന്നത് നമ്മൾ കണ്ടു. നിസ്സഹായമാണ് മനുഷ്യൻ. എത്ര ആയിരക്കണക്കിന് ആൾക്കാരോടെ കൂടിയിട്ടുണ്ട്. ഈ ലോകത്ത് എത്ര ജീവികളാണ്. നമ്മളിവിടെ 100, 200, 300 ആൾക്കാർ. ഒരു പേനുള്ള തലയാണെങ്കിൽ ഒരു തലയിൽ മാത്രം ഉണ്ടാവും. അത്രയാ. കൊതുകെത്രയാ, മൂട്ടെത്രയാ, ഉറുമ്പെത്രയാ. കോടിക്കണക്കിന് ജീവികളാണ്. മനുഷ്യന്റെ എണ്ണം വളരെ കുറവാണ്. സഞ്ചരിക്കുന്ന മയ്യത്താണ് മനുഷ്യൻ. എത്ര അസുഖങ്ങളാണ്. ആശുപത്രി എത്രയാണ്, ഡോക്ടർമാരും നഴ്സുമാരും എത്രയാണ്. മൃഗങ്ങൾക്കോ ഇതുവല്ലോ ഉണ്ടോ? അവയും ജീവിക്കുന്നത് ഈ ഓസോൺ പാളിയിൽ ഓട്ട വീണ ലോകത്ത് തന്നെയല്ലേ? പ്ലാസ്റ്റിക് ഉള്ള സ്ഥലത്ത് തന്നെയല്ലേ? എന്നിട്ട് വല്ല അസുഖമുണ്ടോ? ഏതെങ്കിലും ഒരു പോത്ത് ആശുപത്രിയിൽ പോകണ്ടോ? ഇല്ല. ഇത്ര വൃത്തികെട്ട മൃഗം മനുഷ്യനെ പോലെ വേറെ ആരുമില്ല. നാറിയിട്ട് നിൽക്കാൻ വയ്യ. മൃഗങ്ങൾക്കോ വല്ല പ്രശ്നമുണ്ടോ? അവയുടെ കാഷ്ടത്തിന് വല്ല പ്രശ്നമുണ്ടോ? അവ ചത്ത് മണ്ണിൽ കിടന്ന വല്ല പ്രശ്നമുണ്ടോ? വളരെ ലഘുവാണ് മൃഗങ്ങളുടെ ലോകം മുഴുവൻ. നമ്മൾ മാത്രമാണ് കഷ്ടപ്പെടുന്നത്. എന്നിട്ടും പടച്ചോൻ പറയാ, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ചേടാ, എന്താ ഇതൊക്കെ? എന്തതിന്റെ ആവശ്യം? നമ്മൾ ആരാണ്? ഈ ഭൂമിയിലേക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ് എല്ലാ മൃഗങ്ങളും. നമ്മൾ മാത്രാണ് ഈ ഭൂമിയിലേക്ക് അല്ലാതെ പടക്കപ്പെട്ടത്. നമ്മളിവിടെ വഴിതെറ്റി വന്ന പോലെയാണ്. ഇവിടുത്തെ ഒന്നും നമുക്ക് പിടിക്കുന്നില്ല. മൃഗങ്ങൾക്ക് അവയുടെ പ്രകൃതിക്കനുസരിച്ച്, അവയുടെ നാടിനനുസരിച്ചുള്ള നിറം, ഭക്ഷണം, പാർപ്പിടം എല്ലാം. മനുഷ്യന് മാത്രം ഇവിടം പിടിക്കുന്നില്ല. അവന് തുണി വേണം. ഏത് പോത്തിനാ തുണി വേണ്ടത്? ഏത് എരുമക്കാ തുണി വേണ്ടത്? മരുന്ന് വേണം, സോപ്പ് വേണം, ചീപ്പ് വേണം, കണ്ണാടി വേണം, വീട് വേണം, വാഹനം വേണം. കളിക്കണമെങ്കിലും ചിരിക്കണമെങ്കിലും സന്തോഷിക്കണമെങ്കിലും എത്ര കോടി ഉറുപ്യ വേണം. ഇതൊന്നും മൃഗങ്ങൾക്ക് വേണ്ട. കുയിലുകൾ പാടുന്നു, കഴുതകൾ കരയുന്നു, നായ്ക്കൾ ഓരിയിടുന്നു. എത്ര സുഖത്തിലാണവ, സന്തോഷത്തിലാണവ. എന്നിട്ടും അള്ളാഹു പറയുന്നു, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. പടച്ചോനെ, എന്തിനാണ് നമുക്ക് വേണ്ടി ഇതെല്ലാം പടച്ചത്? എന്നിട്ടോ ചിലത് നമുക്ക് മനസ്സിലാവും, ചിലത് നമുക്ക് മനസ്സിലാവുന്നില്ല. കോഴിയെ എന്തിനാ പടച്ചത് നമുക്കറിയാം. അത് നമ്മളെ പള്ളിയിലുണ്ടല്ലോ. മീനും ആടും പോത്തും മൂരിയും ഇല്ലേ, അരിയും ഗോതമ്പും. പാമ്പിനെന്തിനാ, കീരിനെന്തിനാ, തേളെന്തിനാ, പഴുതാരെന്തിനാ, വിഷജീവികൾ എന്തിനാ, കമ്മ്യൂണിസ്റ്റ് അപ്പം എന്തിനാ, ഒരുപാട് മരങ്ങൾ എന്തിനാ, ഒരുപാട് ചെടികൾ ഇങ്ങനെ നോക്കി നിങ്ങൾ വെറുതെ ഉണ്ടാവുന്നു. അതൊന്നും വെറുതെ അല്ല. അള്ളാഹു പറയുന്ന ഒരു ആവശ്യമുണ്ട്. അതെന്താ? നിങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ ആരാ അപ്പോ? നമ്മൾ ആരും അല്ലല്ലോ, നമ്മളൊന്നും അല്ലല്ലോ, നമുക്കൊന്നുമില്ലല്ലോ. എന്നാലും എന്തൊക്കെയോ ഉണ്ട് ഇല്ലേ? ശരി. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. അങ്ങനെയാണെങ്കിൽ ഈ നമ്മളെ എന്തിനാ പടച്ചത്? ഭൂമി മുഴുവൻ, ഭൂമിയിലുള്ളത് മുഴുവൻ നമുക്ക് വേണ്ടി. ഈ നമ്മളെ എന്തിനാ പടച്ചത്? സൂറത്തുൽ ബഖറയിലാണ് നേരത്തെ പറഞ്ഞ ആയത്ത്. ഇനി സൂറത്തു ദാരിയാത്തിൽ എന്ത് പറഞ്ഞു? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവംശത്തെയും ജിന്നവംശത്തെയും ഞാൻ പടച്ചിട്ടുള്ളത് അവർ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ. അവരിൽ നിന്ന് ഞാൻ യാതൊരു അന്നവും ആഗ്രഹിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരെനിക്ക് തിന്നാൻ തരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
അപ്പോ നമ്മളെന്തിനാ പടച്ചത്? പടച്ചതമ്പുരാനെ ആരാധിക്കാൻ. എന്നിട്ട് പറയുന്നു, ഞാൻ അവരിൽ നിന്ന് യാതൊരു അന്നവും ആഗ്രഹിക്കുന്നില്ല, അവരെനിക്ക് തിന്നാൻ തരികയും വേണ്ട. ദൈവങ്ങളായ ദൈവങ്ങളൊക്കെ എന്താ പറയുന്നത്? നിങ്ങൾ കൊണ്ടുവരണേ നോട്ടീസ്. ജാറങ്ങൾ, ദർഗകൾ, മക്കാമുകൾ, അമ്പലങ്ങൾ, മഠങ്ങൾ, ചർച്ചുകൾ, സത്രങ്ങൾ, അവയിലെ കാലിയന്മാരും മൂലിയന്മാരും മൊല്ലാക്കന്മാരും മുക്രിമാർ, ശാന്തികൾ, വികാരിമാർ, പാതിരിമാർ, മാർപ്പാപ്പ വരെയുള്ള ആൾക്കാരെന്താ പറയുന്നത്? വരുമ്പോ കൊണ്ടുവരണം എന്ത് കാണിക്കകൾ, നിവേദ്യങ്ങൾ, ദക്ഷിണകൾ, അല്ലേ? വേവിച്ചതും തണുപ്പിച്ചതും തിളപ്പിച്ചതും, പൊന്നും വെള്ളിയും തങ്കവും വിഗ്രഹവും പാലും നെയ്യും തുണിയും ചന്ദനത്തിരിയും മെഴുകുതിരിയും പൈസയും ഇതൊക്കെ വേണം. പടസവും വരണം, എനിക്കൊന്നും വേണ്ട. മാ ഉരീദു മിന്നും മിൻ റിസ്കിൻ. കണ്ണപ്പം, കാലപ്പം, കയ്യപ്പം, മൂക്കപ്പം, ചുണ്ടപ്പം, അപ്പവാണിഭം, അല്ലേ? ചന്ദനക്കുടത്തിന് വേറെ, ഉറൂസിന് വേറെ, ശാന്തിക്ക് വേറെ, മൂല്യർക്ക് വേറെ, കാലിയർക്ക് വേറെ, മൊല്ലാക്കാക്ക് വേറെ, എല്ലാം വേറെ. പടസവും പറഞ്ഞ് എനിക്കൊന്നും വേണ്ട. എന്നാ പിന്നെന്താ പടസോന് വേണ്ടത്? തിന്നാൻ വേണ്ട, വേവിച്ചുണ്ടാക്കും വേണ്ട, അല്ലാതെയും കൊണ്ടുവരണ്ട. പിന്നെന്ത് ചെയ്യണം? ആരാധന അള്ളാഹുവിന് മാത്രം. അതിനാണ് നമ്മളെ പടച്ചത്. അപ്പോ ആരാധന എത്ര വലുതാണ്, ആ ആരാധ്യനായ അള്ളാഹു എത്ര വലുതാണ്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ നമ്മളെ അള്ളാഹു പടച്ചത് ഇതിനാ, അള്ളാഹുവിനെ ആരാധിക്കാനാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കലാണ്. അള്ളാഹുവിനെ ആരാധിക്കലാണ് ലക്ഷ്യം. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ആരെ ആരാധിച്ചു? ആരെ വിളിച്ചു പ്രാർത്ഥിച്ചു? ഇബ്രാഹിം നബിയെ കാക്കണേ, ഇസ്മായിൽ നബിയെ സഹായിക്കണേ, ഈസാ നബിയെ സഹായിക്കണേ, മറിയം ബീവിയെ രക്ഷിക്കണേ. ഒക്കെ അറബിയിലാ. അള്ളാഹുവോടാണ് കുടുങ്ങിയാൽ അവർ, അഥവാ മറ്റാരും സഹായിക്കാനില്ല എന്ന ഘട്ടം വന്നാൽ, ആരുമാരുമില്ലാതെ പാതിരാവിൽ ഒരു കുടുക്കിലെത്തിയാൽ, സന്നിഗ്ധ ഘട്ടത്തിലെത്തിയാൽ അവർ അള്ളാഹുവോട് മാത്രം ദുആരം, അള്ളാഹുവോട് മാത്രം ഇസ്തിഗാസ. എല്ലാ കഴിവും അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹ് കൊടുക്കാത്തൊരു കഴിവും ആർക്കുമില്ല എന്നവർ വിശ്വസിച്ചു. അള്ളാഹുവാണ് സമദ്, സ്വാശ്രയൻ എന്നവർ വിശ്വസിച്ചു. എന്നിട്ടും അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാനുള്ള ഇടയാളന്മാരായി, മധ്യവർത്തികളായി അവർ കണ്ടെത്തിയത് ശ്രീരാമനെയല്ല, ശ്രീകൃഷ്ണനെയല്ല, ശബരിമലയപ്പനെയല്ല, ഗുരുവായൂരപ്പനെയല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൂട്ടുകാരനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അവിടുത്തെ മകനായി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അള്ളാഹുവിന്റെ റൂഹും കലിമത്തുമായ, ലോകജനതയുടെ അടയാളമായ, അത്ഭുതകരമായ പടപ്പായ ഈസാ നബിയെ, അവരുടെ ഉമ്മയെയാണ്. ആ ആളുകളെയാണ് മുശ്രിക്ക് എന്നോ നസറാനി എന്നോ യഹൂദി എന്നോ ഇസ്ലാം വിളിക്കുന്നത്. നരകത്തിലെന്ന് പറയുന്നു, സ്വർഗത്തിലെത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് നമ്മൾ പടക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മാറിപ്പോകാതെ സൂക്ഷിക്കുക, ലക്ഷ്യം നിറവേറ്റുക, അതാണ് നമ്മുടെ ദൗത്യം. അപ്പൊ ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവംശത്തെയും ജിന്നവംശത്തെയും ഞാൻ പടച്ചിട്ടുള്ളത് അവർ എന്നെ മാത്രം ആരാധിക്കാനാണ്. നമ്മുടെ ലക്ഷ്യം ഇതാണ്. ശരി, ഈ ലക്ഷ്യം നേടാൻ എന്താ വേണ്ടത്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് തീരുമാനിച്ചാൽ, അള്ളാഹുവോടെ ദ്വാരക്കൂ എന്ന് തീരുമാനിച്ചാൽ, അള്ളാഹുവോടെ ഇസ്തിഗാസ ചെയ്യൂ എന്ന് തീരുമാനിച്ചാൽ, പ്രായോഗികമായി എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? ഇല്ല. ശ്രീരാമനെ ആരാധിക്കണമെന്നോ, മൊഹിദ്ദീൻ ശേഖനെ വിളിച്ചു വാത്തിക്കണമെന്നോ, റിഫായി ശേഖനെ വിളിച്ചു വാത്തിക്കണമെന്നോ, മടവൂർ സി എം അബൂബക്കർ മുസ്ലിയാരെ വിളിച്ചു വാത്തിക്കണമെന്നോ, പുത്തമ്പള്ളി കുഞ്ഞോമദ് മുസ്ലിയാരെ വിളിച്ചു വാത്തിക്കണമെന്നോ, നാഗൂർ ഷാഹുൽ ഹമീദ് ആണ്ടവരെ വിളിച്ചു വാത്തിക്കണമെന്നോ, അജ്മീർ ഖാജ മൊഈനുദ്ദീൻ ചിസ്തി വിളിച്ചു വാത്തിക്കണമെന്നോ, ഏർവാടി സുൽത്താൻ ബാദുഷാ ഇബ്രാഹിമിനെ വിളിച്ചു വാത്തിക്കണമെന്നോ ഒക്കെ തീരുമാനിച്ചാൽ പല പ്രയാസങ്ങളുണ്ട്. കാണിക്ക വെക്കണം, ഞാറം മൂടണം, മെഴുതിരി വേണം, ചന്ദനത്തിരി വേണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തീരുമാനിച്ചാലോ ഒരു പ്രശ്നമല്ല. മൊയ്തീൻ ശേഖനെ ലോകത്തുള്ള എല്ലാ മാപ്പിളാർക്കും അറിയാം. വേങ്ങര കോയപ്പാപ്പയെ അറിയോ അറബികൾ? പെരിങ്ങത്തൂർ അന്തൂർപ്പാപ്പയെ അറിയോ? മടവൂരവലി അറിയോ? മുനമ്പത്തെ ഫാത്തിമത്തു സുഹ്റയെ അറിയോ? ഭീമാപ്പള്ളിയിലെ ബീവി അറിയോ? ഇല്ല അല്ലെ? ശ്രീരാമനെ ലോകത്തുള്ള ഹിന്ദുക്കളൊക്കെ അറിയുന്ന വിചാരിക്കുക അല്ലേ? എന്നാൽ നിലമ്പൂരിലെ വേലായുധൻ ദൈവത്തെ അമേരിക്കയിലെ ഹിന്ദുവിനറിയാമോ? ഇല്ല. മദർ തെരേസയെ വരെ വാഴ്ത്തപ്പെട്ടവരെയൊക്കെ ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ അറിയുമെന്ന് വിചാരിക്കുക. എന്നാൽ വേളാങ്കണ്ണി മാതാവിനെ അറിയോ? മാഹിയിലെ കൊച്ചുത്രേശി എല്ലാവരും അറിയോ? ഇല്ല. ഇതൊക്കെ ഒരു പ്രശ്നം.